ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു? എന്തായിരുന്നു? 3 പൊട്ടുകൾ ഇട്ടിട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? 3 പൊട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും 3 പൊട്ടിനെ? 3 പൊട്ടുകൾ ഏതായിരുന്നു? ആത്മതിലക, പരമാത്മതിലക, രാമതിലക. ഉപയോഗിക്കാറുണ്ടോ ഇത്? രാമയുടെ ജ്ഞാനം ഉപയോഗിച്ചു തുടങ്ങിയോ? ഉപയോഗിച്ചു തുടങ്ങിയ എല്ലാവരും? ഓരോ ദിവസത്തെ ഹോംവർക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഇന്ന് നമുക്ക് ഭഗവാന്റെ മഹാവാക്യം കേൾക്കാം. ഡയറക്റ്റ് ഈശ്വരൻ്റെ മധുരമഹാവാക്യം. അതിനെയാണ് ജ്ഞാനമുരളി എന്ന് പറയുന്നത്. പറഞ്ഞിരുന്നല്ലോ, നമുക്ക് 4 വിഷയങ്ങളാണ് ഇനി നിത്യസത്സംഗത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്, പഠിക്കുന്നത്. രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ഇതിൽ മുഖ്യമാണ്. ഒന്ന് ജ്ഞാനം, രണ്ടാമത്തത് യോഗം, മൂന്നാമത്തത് ധാരണ, നാലാമത്തത് സേവനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് നൽകുന്ന മധുരമഹാവാക്യം, ഈശ്വരൻ്റെ ഡയറക്റ്റ് മഹാവാക്യം. രണ്ടാമത്തത് യോഗം, എങ്ങനെ പരമാത്മാവുമായി നമുക്ക് യോഗം വയ്ക്കാം, എങ്ങനെ നമുക്ക് നമ്മളുമായി ആത്മാവുമായി യോഗം വയ്ക്കാം. ഞാൻ ആത്മാവാണെന്ന ആ ഓർമ്മയിൽ എങ്ങനെ ജീവിക്കണം, ആത്മബോധത്തിൻ്റെ പ്രാക്ടീസ്. പരമാത്മാവിൻ്റെ കുട്ടിയാണെന്ന ആ ഓർമ്മയിൽ എങ്ങനെ ജീവിക്കാം. മൂന്നാമത്തെ സബ്ജക്റ്റാണ് ധാരണ. ധാരണ പറഞ്ഞാൽ ധരിക്കുക. എന്ത് ധരിക്കണം? ശരീരത്തിൽ നമ്മൾ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ധരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ അല്ലേ ഒരു വസ്ത്രമാണ് ശരീരം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആഭരണം എന്ന് പറയുന്നത് ഏതാണ്? ആഭരണ സെറ്റ് ഏതാണ്? ഗുണങ്ങളും ശക്തികളുമാണ് നമ്മുടെ ആഭരണം. അപ്പം ധാരണ പറഞ്ഞാൽ ഡെയിലി യോഗി ജീവിതം. ഇന്നലെ നമ്മൾ യോഗി ജീവിതത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. യോഗി ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 7 ഗുണങ്ങളെയും അഷ്ടശക്തികളെയും ആഭരണമായി സെറ്റായിട്ട്. ഇപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അങ്ങനെയല്ലേ ചിലർ അല്ലെ, സാരി ബ്ലൗസ് ചർച്ചക്ക് ഒരേപോലെ അതിന് ആ കളറിന് ചേരുന്ന കമ്മലിടുക അല്ലെങ്കിൽ മാലയിടുക, ആ കളറിലുള്ള അല്ലെ എല്ലാം സെറ്റായിട്ട് ഒരു സെറ്റ് ഫുൾ പറയില്ലേ, ആഭരണ സെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അല്ലെ സെറ്റ്. അപ്പം അതേപോലെ ഭഗവാൻ പറയണത്, മക്കളെ ഓരോ ഇന്ദ്രിയങ്ങളും നിങ്ങൾ ഗുണങ്ങളാലും ശക്തികളാലും സെറ്റ് ചെയ്തിരിക്കണം കർമ്മക്ഷേത്രത്തിൽ. എന്നാലേ കർമ്മങ്ങൾ ഭംഗിയുള്ളതാവുള്ളൂ, സുഖകരമാകുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഭംഗി തോന്നണമെങ്കിൽ, ഭംഗി തോന്നുന്ന അർത്ഥം അല്ല മുഖത്തിൻ്റെ അഴകിൻ്റെയോ ശരീരത്തിൻ്റെ ഭംഗിയുടെയോ കാര്യമല്ല. പിന്നെയോ നമ്മുടെ ഭംഗിയർത്ഥം നമ്മുടെ ഗുണങ്ങളുടെ ഭംഗി. നമ്മുടെ കർമ്മങ്ങൾ നന്നായിരുന്നാലേ ആൾക്കാർക്ക് നമ്മളോടൊപ്പം ജീവിക്കാൻ പറ്റുള്ളൂ, നമുക്ക് മറ്റുള്ളവരോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഭംഗി പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം. നമ്മൾ തന്നെ പറയില്ല, നോക്കൂ അവർ സംസാരിക്കണ വർത്തമാനം പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ചിലരുടെ പെരുമാറ്റം കണ്ടിട്ട് പറയാറില്ലേ, അവർക്ക് നന്നായി പെരുമാറാൻ അറിയാം. അതാണ് ഭംഗി. ഇത്രയും വർഷം കൊണ്ട് നോക്കൂ, ആ വീട്ടിൽ മരുമകളായിട്ട് വന്നിട്ട് അല്ലേ എത്ര നന്നായി ജീവിച്ചു പോകുന്നു, എത്ര നല്ല സ്വഭാവമാണ് അല്ലെ. ഈ ഓഫീസിൽ ഇത്ര വർഷം കൊണ്ട് എത്ര ആൾക്കാർ മാറി മാറി വരണു പോണു, പക്ഷെ എല്ലാവരോടൊപ്പം ചേർന്ന് പോകുന്നു, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്നു. എല്ലാവർക്കും പ്രിയങ്കരനാണ്, എല്ലാവർക്കും പ്രിയങ്കരിയാണ്, എല്ലാവരുടെയും സ്നേഹിയാണ്, എല്ലാവരോടും കരുണയുള്ള ആളാണ്. വളരെ നല്ല സഹനശക്തിയുണ്ട്, വളരെ ക്ഷമയുണ്ട്, വളരെ വിനയമുണ്ട്. ഇതാണ് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വർണ്ണന എന്ന് പറയുന്നത്.
അതിനെയാണ് ഭഗവാൻ പറയുന്നത് ധാരണ. ഈ ഗുണങ്ങളും ശക്തികളുമാകുന്ന ആഭരണമാണ് നമ്മൾ ജീവിതത്തിൽ ധരിക്കേണ്ടത്. അതാണ് നമുക്ക് ഈ ഭംഗി തരിക. അടുത്തതേതാ? ലാസ്റ്റ് സേവനം. നമുക്ക് ശരീരം, മനസ്സ്, ധനം കൊണ്ട് നമ്മുടെ സമയം, സങ്കല്പം, കഴിവുകൾ എല്ലാം അനേകം മംഗളകാര്യങ്ങളിൽ സദുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. ഈ 4 വിഷയങ്ങളാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണം. അതിൽ ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ മധുരമഹവാക്യം, നിങ്ങളിൽ ആദ്യമായിട്ട് ഈ സത്സംഗത്തിൽ തത്വമസിയിൽ വന്ന് ഈ രാജുക മെഡിറ്റേഷൻ്റെ കോഴ്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ 25 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേട്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ നൽകുന്ന ഈ മുരളിയിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കേൾപ്പിച്ചു തന്നത് ഇത്രയും ദിവസത്തെ. ഇന്ന് നമ്മൾ ഈശ്വരൻ്റെ ആ മുരളീനാഥം ഡയറക്റ്റ് ഭഗവാന്റെ മഹാവാക്യം, പരംപിത പരമാത്മാ, നിരാകാരനായ പരമാത്മാവ് ബ്രഹ്മബാബയിലൂടെ ആ ഈശ്വരീയ മഹാവാക്യങ്ങൾ ഉച്ചരിച്ച സമയത്ത് ആ ഭഗവാന്റെ മഹാവാക്യം റെക്കോർഡ് ചെയ്യുകയും അത് പ്രിൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഈശ്വരീയ മഹാവാക്യമാണ് നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ വിശ്വത്തിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ ജോലിക്കാരിയായിട്ട് പോയാലും ബന്ധുമിത്രാദികളുടെ കൂടെ പോകുകയാണെങ്കിലും എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈശ്വരീയ സേവാ കേന്ദ്രത്തിൽ രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെൻറ്ററിൽ പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഈശ്വരീയ മഹാവാക്യങ്ങൾ ഡയറക്റ്റ് കേൾക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ഈ കൊറോണ കാലം വന്നതിന് ശേഷം കുറച്ച് ക്ലാസ്സസ് എല്ലാം കൂടുതൽ ഓൺലൈനാക്കിയിട്ടുണ്ടെന്ന് മാത്രം. എന്നാലും നിയറസ്റ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് പോകാം, അവിടുത്തെ ക്ലാസ്സുകളുടെ ടൈമിങ് ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ടും മെഡിറ്റേഷൻ ചെയ്യുകയും ഭഗവാന്റെ മഹാവാക്യം നേരിട്ട് കേൾക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ മഹാവാക്യം, ഇന്നത്തെ ഈശ്വരൻ്റെ മഹാവാക്യം അത് തന്നെയാണ് നിങ്ങൾക്ക് വായിച്ചു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വിശ്വത്തിലെല്ലാവരും ലക്ഷക്കണക്കിന് ബ്രഹ്മകുമാരി കുമാരന്മാർ രാവിലെ 7 തൊട്ട് 8 മണി വരെയാണ് നമ്മുടെ സത്സംഗ സമയം. ഇനി നമുക്ക് ഡിസംബർ 30 ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസംബർ 31 മുതൽ പ്രഭാതത്തിലെ സത്സംഗം കേൾക്കാം. ഇന്ന് പ്രഭാതത്തിലെ സത്സംഗത്തിൽ ഈശ്വരൻ്റെ മഹാവാക്യം നമ്മൾ മുഴുവൻ വിശ്വത്തിലുള്ള എല്ലാ രാജയോഗികളും കേട്ട അതേ മഹാവാക്യമാണിപ്പോൾ നിങ്ങൾക്ക്. അതിനെ കുറച്ച് സാരം ഭഗവാന്റെ അടുത്ത് നമുക്ക് കേൾക്കാം. ഇതിൽ ഭഗവാൻ പറയുന്നത് ടോട്ടൽ ഇന്നത്തെ ഈശ്വരൻ്റെ മഹാവാക്യങ്ങളുടെ സാരാംശം സദാ സമർത്ഥ് കൈസേ ബനേ. ഭഗവാൻ പറയുന്നത് മക്കളെ സദാ ശക്തിശാലികളായി എങ്ങനെ മാറാം. മുരളി എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങളോട് ആരംഭത്തിലേ പറഞ്ഞിരുന്നുവല്ലോ സിസ്റ്റർ, എപ്പോഴും കയ്യിലൊരു ഡയറി പെന്നുണ്ടാവണം. ഭഗവാന്റെ അടുത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പോയിന്റ് നോട്ട് ചെയ്ത് ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. ഹൃദയസ്പർശിയായ വാക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ അലർട്ടായിരിക്കുകയും ചെയ്യും. മുഖ്യ പോയിന്റ് നോട്ട് ചെയ്താൽ എനിക്ക് ഇത് ഈശ്വരൻ എന്നോട് പറയണതാണെന്ന് ഫീൽ ചെയ്യണത് ഷോർട്ടായിട്ട് നോട്ട് എഴുതി വെച്ചോളൂ. അത് നമുക്ക് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാൻ വളരെയധികം യൂസ്ഫുള്ളാകും. കാരണം ഈ പോയിന്റ് എല്ലാം നമുക്ക് ഫുൾ ഡേ ഓരോ കാര്യങ്ങൾ, നാളത്തെ ഫുൾ ഡേയിലേക്കുള്ള ഹോംവർക്കാണ് ഈശ്വരൻ നമുക്ക് മഹാവാക്യങ്ങളുടെ രൂപത്തിൽ നൽകുന്നത്. സദാ ശക്തിശാലികളായി എങ്ങനെ മാറാം. ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു. ഭഗവാൻ പറയുകയാണ് ആജ് സമർത്ഥ ബാബ്. ഭഗവാന്റെ മഹാവാക്യം ഹിന്ദിയിലാണ്. നമ്മൾ പിന്നെ അതിനെ മലയാളത്തിൽ അതാത് സ്ഥലത്ത് ഓരോ നാട്ടിലും അവരവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഈശ്വരൻ പറയുകയാണ് ആജ് സമർത്ഥ ബാബ് അപ്നെ ചാരോ ഓർ കെ മാസ്റ്റർ സമർത്ഥ ബച്ചോങ്കു ദേഖ് രഹേ ഹെ. ഇന്ന് സർവശക്തിവാനായ അച്ഛൻ നാനാഭാഗത്തുമുള്ള തൻ്റെ മാസ്റ്റർ ശക്തിശാലികളായ മക്കളെ കാണുകയായിരുന്നു. അപ്പോൾ ഈശ്വരൻ ഇന്ന് നമ്മളെല്ലാം കണ്ടത് എങ്ങനെയാ? ഏത് കണ്ണിലാണ് ഭഗവാൻ കാണുന്നത്? മാസ്റ്റർ സർവശക്തിവാൻ, സർവശക്തിവാന്റെ കുട്ടി
എൻ്റെ കുട്ടി എന്ന കണ്ണിലാണ് ഭഗവാൻ നമ്മളെ കാണുന്നത്. എൻ്റെ എങ്ങനെയുള്ള കുട്ടി? സർവശക്തിവാൻ്റെ കുട്ടി അല്ലേ? മാസ്റ്റർ സർവശക്തിവാന്മാർ. ഈശ്വരൻ്റെ കണ്ണിൽ നമ്മുടെ രൂപം അതാണ്. നമ്മളോ? അപ്പം നമ്മളെ എങ്ങനെ കാണണം? ഈശ്വരൻ എന്നെ ഏത് കണ്ണിൽ കാണുന്നു അതേ കണ്ണിൽ കാണണം. അതിനാണ് ഭഗവാൻ മുരളിയിലൂടെ ഡയറക്ഷൻ തരുന്നത്. അപ്പം ഞാൻ എന്നെ എങ്ങനെ കാണണം എന്നാണ് ഹോംവർക്ക്. എന്താ? ഞാൻ സർവശക്തിവാൻ്റെ കുട്ടിയാണ്. നോട്ട് ചെയ്തോളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാഭിമാനം നമുക്ക് നൽകുന്ന, സെൽഫ് റെസ്പെക്റ്റ് നൽകുന്ന, അപാര ശക്തി നൽകുന്ന, എല്ലാ വിഘ്നങ്ങളിലും പേപ്പറുകളിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തേകുന്ന, ഒരിക്കലും തളരാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഈശ്വരൻ്റെ മധുര മഹാവാക്യം ഇതാണ്. ഏതാണ്? സർവശക്തിവാൻ്റെ കുട്ടിയാണ് ഞാൻ. അതിനെ ഷോർട്ടായിട്ട് ബാബ ഇങ്ങനെ പറയും, മാസ്റ്റർ സർവശക്തിവാൻ. മാസ്റ്റർ പറഞ്ഞ കുട്ടി, സർവശക്തിവാൻ്റെ കുട്ടി. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യണം? ബാബ സർവശക്തിവാൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ സർവശക്തിവാനെ സ്മരിക്കണം, അല്ല ആത്മാവിനെ സ്മരിക്കുക. ആത്മാവിന്, പരമാത്മാവിൽ നിന്ന് ശക്തികളുടെ മഴ ബാബ പെയ്ച്ചു തരുന്നത്, അത് നമുക്ക് കേശാദിപാദം ആത്മാവിലും ശരീരത്തിലും ആ ശക്തികൾ കൊണ്ട് നിറയുകയാണ്. ഞാൻ സർവശക്തിവാൻ്റെ കുട്ടിയാണ്. ഇതൊരു നല്ല പ്രാക്ടീസാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം വീണ് കിട്ടുന്നു, ഫ്രീ ടൈമിൽ, ജോലിയിൽ നിന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഒരു സോമാനം, നമുക്ക് ആത്മാവിന് ശക്തി നൽകുന്ന ഒരു സോമാനം എഴുതി അഭ്യസിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നമ്മുടെ ദേഹാഭിമാനം, നമ്മുടെ ഈഗോ പോകാൻ ഇത് വളരെയധികം നമ്മളെ സഹായിക്കും. ഈഗോയും കുറയും, ഗുണങ്ങളും വർദ്ധിക്കും, ശക്തിയും വർദ്ധിക്കും. എല്ലാ ദിവസവും ഒരു സോമാനം പ്രാക്ടീസ് ചെയ്യണം. 7 ദിവസത്തേക്ക് 7 എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? അപ്പം ഇന്ന് ബാബ പറഞ്ഞില്ലേ, സർവശക്തിവാൻ്റെ കുട്ടിയാണ് ഞാൻ. ഈ സോമാനം എഴുതി പഠിക്കുമ്പോൾ ഒരു ഡയറി അതിനു വേണ്ടി തന്നെ നിങ്ങൾ വെച്ചോളൂ. എവിടെയൊക്കെ നിങ്ങൾ പോയി, ഇപ്പോൾ ഒരു ഡോക്ടറെ കാത്ത് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കയ്യിലൊരു പെന്നും ഡയറി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എഴുതി അഭ്യസിച്ചുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ സമയം പഴയായി പോവില്ല. അതും ഇതൊന്നും ചിന്തിച്ച് മനസ്സ് കേടുവരില്ല. അസുഖത്തെക്കുറിച്ച് പോലും നമ്മളപ്പോൾ ചിന്തിക്കില്ല. എങ്ങനെ എഴുതുമ്പോൾ ഞാൻ എന്നെഴുതുമ്പോൾ സോമാനം ഇപ്പം തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. ഞാനെന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്ത് ആത്മാവിനെ കാണും. നെറ്റിത്തടത്തിൽ, മസ്തകത്തിൻ്റെ മധ്യത്ത് ശക്തിശാലിയായി തിളങ്ങുന്ന ആത്മജ്യോതിയെ, ഉള്ളിൽ ആത്മാവിനെ കണ്ട് ആത്മാവിൽ നിന്ന് ശക്തിയുടെ പ്രകാശം പരക്കുന്നത് ഫീൽ ചെയ്യും. എഴുതുന്നത് ഞാൻ, പക്ഷെ കാണേണ്ടത് ഞാൻ എന്ന് പറഞ്ഞാൽ ദേഹത്തെ അല്ല. എന്തിനെ കാണണം? ആത്മസ്വരൂപത്തെ കണ്ടുകൊണ്ട് കൈകൊണ്ടെഴുതുക, മനസ്സിൽ കാണുക. ഞാൻ സർവശക്തിവാൻ. ശിരസിന് തൊട്ട് മുകളിൽ സർവശക്തിവാനെ കാണും, പരമാത്മാവിനെ. സർവശക്തിവാൻ്റെ കുട്ടിയാണ്. സർവശക്തിവാന് ശക്തികളുടെ മഴ പെയ്യുന്നതും നമുക്ക് ചുറ്റും, നമ്മൾ ഈശ്വരൻ്റെ ആ ശക്തികളുടെ മഴയിൽ നമ്മുടെ തല മുതൽ പാദം വരെ ശക്തികൾ പ്രവഹിക്കുന്നത് ഫീൽ ചെയ്യാം, മനസ്സിലും ശരീരത്തിലും. അത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതി തീർക്കുക. അപ്പം നമ്മൾ പതുക്കെ എഴുതുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ വേണം സുമാന എഴുതി പഠിക്കാൻ. ഇതൊന്നാണ്. രണ്ടാമത് വീണ്ടും എഴുതും. അടുത്ത തവണ എഴുതുമ്പോൾ വേറൊരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ എഴുതുകയാണ് ഞാനെന്ന് എഴുതുമ്പോൾ ആത്മസ്വരൂപത്തെ കാണുക. ഞാൻ സർവശക്തിവാൻ്റെ കുട്ടിയാണ്. സർവശക്തിവാന്ന് അടുത്ത് എഴുതുമ്പോഴേക്കും ഉടനെ ഒറ്റ സെക്കൻഡിൽ പരംധാമത്തിലെത്തുക മനസ്സുകൊണ്ട്. ഭഗവാന്റെ ദിവ്യ ജ്യോതി സ്വരൂപം കാണുക.
ആ സർവശക്തിവാന്റെ കിരണങ്ങൾ കൈകൾ പോലെ നമ്മളെ ഈശ്വരൻ്റെ കൈകൾക്കുള്ളിലാണ് നമ്മളെന്ന് ഫീൽ ചെയ്യുക. ഭഗവാന്റെ കരവലയത്തിനുള്ളിൽ ശക്തികൾ കൊണ്ട് ഭഗവാൻ എന്നെ പൊതിയുകയാണ്. ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാകുന്നു എന്നെഴുതി തീരുമ്പോഴേക്കും എന്തായി? ഈശ്വരൻ്റെ കരവലയത്തിനുള്ളിലിരിക്കുന്നത് ഫീൽ ചെയ്യുക. എത്ര സമയം ആ ശക്തികൾ ഫീൽ ചെയ്യുന്നു, സർവശക്തിവാന്റെ സാമീപ്യം ഫീൽ ചെയ്യുന്നു, അത്രയും സമയം ആ ഫീലിങ്ങിൽ മുഴുകിയിരിക്കുക. അപ്പോൾ എഴുതണ്ട. ആ ഫീലിങ്ങിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും എഴുതുക. ഇനി ഒരു തവണയും കൂടെ നമുക്ക് എഴുതാം. ഞാൻ അതെഴുതുമ്പോൾ ആത്മസ്വരൂപത്തെ കാണുക. ഞാൻ ആത്മാവിൽ നിന്ന് ശക്തികളുടെ പ്രകാശം, ആത്മീയ ശക്തികളുടെ ഊർജം പരന്ന് നമ്മുടെ ശിരസിലും മുഖത്തും ശരീരമാസകലം ആ ശക്തികൾ ഇങ്ങനെ പ്രവഹിക്കുന്ന ശക്തികളുടെ പ്രകാശം കൊണ്ട് ശരീരം മുഴുവൻ പ്രകാശപൂരിതമാകുന്നത് കാണാം. ശക്തികളുടെ പ്രകാശം. സർവശക്തിവാന്റെ കുട്ടിയാകുന്നു. സർവശക്തിവാൻ എന്ന് എഴുതുമ്പോൾ ബ്രഹ്മബാബയുടെ ആ ഭ്രൂമധ്യത്തിൽ പരമാത്മാവിനെ ദർശിക്കുക. ഈശ്വരൻ്റെ രഥമാണ്. പരമാത്മാ രഥത്തിലിരുന്നുകൊണ്ട് എനിക്ക് ആ കണ്ണുകളിലൂടെ സർവശക്തിവാൻ കറണ്ട് തരികയാണ്. ശക്തികളുടെ കറണ്ട് തരുന്നത് ഫീൽ ചെയ്യാം. സർവശക്തിവാന്റെ ആ ദൃഷ്ടി നമുക്ക് കിട്ടണം. ഈശ്വരൻ്റെ കറണ്ട് ഒഴുകുകയാണ് നമ്മളിലേക്ക്. ആ ഭ്രൂമധ്യത്തു നിന്നും ആ കണ്ണുകളിലൂടെ ആ ശക്തികൾ മുഴുവൻ വിശ്വത്തിലേക്ക് ഒഴുകുന്നത് ഫീൽ ചെയ്യുക. സർവശക്തിവാന്റെ ശക്തികളുടെ ലൈറ്റ് എന്നിലേക്കും മുഴുവൻ ലോകത്തിലേക്കും നിറയുന്നത് ഫീൽ ചെയ്യുക. ഇങ്ങനെ ഓരോ തവണ എഴുതുമ്പോഴും നമുക്ക് ഓരോ പ്രാക്ടീസ് ചെയ്യാം. അടുത്ത തവണ വീണ്ടും ഞാൻ സർവശക്തിവാന്റെ കുട്ടി എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ആത്മാവിനെ കാണാം. സർവശക്തിവാൻ ബാബയിൽ നിന്ന് നമ്മളെ ശക്തി നിറയണു. നമ്മുടെ ഭവനത്തിൽ നമ്മൾ എവിടെയായിരിക്കണേ, ഓഫീസിലാണോ എവിടെയാണോ ഇരിക്കണേ, അവിടെ മുഴുവൻ ശക്തികൾ നിറയണത്, പരമാത്മ ശക്തികൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സ് നിറയുന്നത്, ആ പ്രദേശം മുഴുവൻ ശക്തികളാൽ നിറയുന്നത്, എല്ലാവരും ശക്തിശാലികളായി മാറുന്നത് മനസ്സിൽ കാണാം. അങ്ങനെ ഓരോ തവണ എഴുതുമ്പോഴും ഓരോ നല്ല നല്ല അഭ്യാസങ്ങൾ, പ്രാക്ടീസുകൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു സുമാനം ഒരു 21 തവണ, അല്ലെങ്കിൽ നമുക്ക് 21 എപ്പോഴൊക്കെ പറ്റുന്നു, അല്ലെ ഒരു 7 തവണ. അതുകൊണ്ട് വെറുതെ ഇരുന്ന് സമയം കളയരുത്. വെറുതെ ഇരുന്ന മനസ്സ് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടും, മനസ്സ് കേടുവരും. ഇന്നത്തെ ബാബയുടെ മുരളി അത് തന്നെയാണ്. ഇനി ബാബ നമുക്ക് ഡയറക്ഷൻ തരും. ഇപ്പം ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് സുമാനം എഴുതേണ്ടതെന്ന്? ഇതുപോലെ ഓരോ ഗുണത്തിൻ്റെയും എഴുതാം. ഇപ്പം നമ്മൾ ശക്തിയുടെ എഴുതി, അതേപോലെ ശാന്തിയുടെ എഴുതാം, സ്നേഹത്തിൻ്റെ എഴുതാം, പവിത്രതയുടെ എഴുതാം, സന്തോഷത്തിൻ്റെ എഴുതാം. ഇതേ പ്രാക്ടീസ് നമുക്ക് ഓരോ ദിവസവും ഓരോന്ന് ചെയ്യാം. ഓരോ ദിവസം ഓരോന്ന് എടുക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാകും, നമുക്ക് ഇൻട്രസ്റ്റ് വരും അല്ലേ? അപ്പം ഡെയിലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം. അപ്പം ഇനി വീണ്ടും നമുക്ക് ബാബയുടെ മഹാവാക്യം ബാക്കി കേൾക്കാം. एक है सदा समर्थ और दूसरे है कभी समर्थ कभी व्यर्थ की तरफ. ബാബ പറയണ, ഞാൻ എൻ്റെ മക്കളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, സർവശക്തിവാന്റെ മക്കള്. പക്ഷെ മക്കൾ എങ്ങനെയാ? ചില കുട്ടികൾ സദാ ശക്തിശാലികളായി കാണപ്പെടും. ചില കുട്ടികൾ ഇടയ്ക്ക് ശക്തിശാലികളും ഇടയ്ക്ക് ആഗ്രഹമില്ലെങ്കിലും വ്യർത്ഥത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇടയ്ക്ക് വ്യർത്ഥത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുട്ടികൾ. എന്തുകൊണ്ടെന്നാൽ ശക്തിശാലിയായ സ്ഥിതിയില്ലാത്തത് കാരണം അവർ വ്യർത്ഥത്തിലേക്ക് പോകും.
ആരാ വ്യർത്ഥത്തിൽ പോകുന്നതെന്നാ പറഞ്ഞേ? വേസ്റ്റ് തോട്ട്സ് ആർക്കാ വരുന്നതെന്നാ പറഞ്ഞേ? ശക്തിശാലി സ്ഥിതിയില്ല, പവർഫുൾ അല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡെങ്കിൽ ബാബ പറയുന്നത് അത് കാരണമാണ് വ്യർത്ഥത്തിൽ പോണത്. പലപ്പോഴും നമ്മൾ പറയില്ലേ, എനിക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, ടെൻഷൻ വരുന്നു, ചിന്ത ജാസ്തിയാകണം. അപ്പോൾ ബാബ കാരണം പറയാം, പവർ ഇവിടെ കുറയുന്നത് കൊണ്ടാണ് വ്യർത്ഥം വരുന്നത്. ശക്തിശാലിയായിരുന്നു സ്ഥിതിയെങ്കിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ ഒരിക്കലും വരില്ല. നോട്ട് ചെയ്തോ ഭഗവാന്റെ മഹാവാക്യം. വേസ്റ്റ് തോട്ട്സേ വരില്ല. നിങ്ങളുടെ ആത്മാവിൽ ശക്തി ഉണ്ടെങ്കിൽ മനസ്സിന് വ്യർത്ഥം രചിക്കാൻ കഴിയില്ല. യജമാനം വീക്കായതുകൊണ്ടാണ് ജോലിക്കാർ അല്ലേ വേണ്ടാത്ത പണിക്ക് പോകണമെന്ന് പറയാം ബാബ. അതുകൊണ്ട് ആത്മാവിനെ എന്ത് ചെയ്യണം? ശക്തിശാലിയാക്കണം. ബാബ് ദാദ എന്ന് പറഞ്ഞാൽ ശിവബാബയും ബ്രഹ്മബാബയും അയ്യനും അപ്പനും ആണല്ലോ അല്ലേ. ബാബ് ദാദ കാണുകയായിരുന്നു. കൈ ബച്ചൂങ്കി അബ് തക് ഭി ബാബ കെ ആകെ. ഇപ്പോഴും പല കുട്ടികളും ഇപ്പം ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എന്നേക്ക് 25 ദിവസമായി അല്ലേ, ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക്. ഇത്രയും ദിവസം കൊണ്ട് കേട്ടിട്ടും ചില കുട്ടികൾ ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത്, ഭഗവാന്റെ അടുത്ത് പരാതി പറയുകയാണ്. എന്തെങ്കിലും പരാതി എഴുതി വെച്ചിരുന്നോ ആരെങ്കിലും? ബാബയ്ക്ക് കത്തെഴുതിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് എഴുതിയോ? ബാബ പറയണേ ചില കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. കബി കബി വ്യർത്ഥ സങ്കല്പ് ബാബ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾ കടന്നു വരുന്നു, അതുകൊണ്ട് യോഗം കിട്ടുന്നില്ല. ഈശ്വരൻ്റെ ഓർമ്മയ്ക്ക് പകരം അതും ഇത് ഓർമ്മ വരികയാണ്. മെഡിറ്റേഷൻ ശരിയായിട്ട് കിട്ടുന്നില്ല. ആഗ്രഹമില്ല എനിക്ക് വ്യർത്ഥം ചിന്തിക്കാൻ, പക്ഷെ എന്നിട്ടും വ്യർത്ഥ സങ്കല്പങ്ങൾ കടന്നു വരുന്നു എന്ന് ആരാരോട് പരാതി പറയണു? ചില മക്കൾ ബാബയോട് പരാതി പറയുന്നുണ്ട്. രാത്രി ലെറ്റർ എഴുതുമ്പോൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും, അത് ബാബയുടെ അടുത്ത് എത്തുന്നുണ്ട് സങ്കല്പം. അപ്പം ബാബ അതിൻ്റെ ഉത്തരം തരാണ്. വികൽപ്പൊങ്കി സ്റ്റേജ് തോ മെജോറിറ്റീനെയും ബാബ പറയണ ഇപ്പം നെഗറ്റീവ് വിചാരം നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞ വികാരി സങ്കല്പം, കാമത്തിൻ്റെ, ക്രോധത്തിൻ്റെ, പ്രത്യേകിച്ച് 5 ദുർവികാരത്തെയാണ് ബാബ പറയണ. കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം, അതിൻ്റെ ബീഭത്സ രൂപം. അപ്പം ബാബ പറയണേ അത് കുറച്ച് നെഗറ്റീവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ലേ? പക്ഷേ ബാബ പറയണേ വ്യർത്ഥം പക്ഷേ പോയിട്ടില്ല, വേസ്റ്റ്. വ്യർത്ഥം കാണുക. ബാബന് വേണ്ടാത്തതിലേക്ക് ഇപ്പോഴും കുറച്ചൊക്കെ ദൃഷ്ടി പോകുന്നുണ്ട്. വ്യർത്ഥം കാണുക, വ്യർത്ഥം കേൾക്കുക, വ്യർത്ഥം ചിന്തിക്കുക, സമയം വ്യർത്ഥമാക്കി കളയുക. ഇതിൽ എൻ്റെ മക്കൾ ഫുൾ പാസ് ആയിട്ടില്ല. എന്താ പറഞ്ഞ അച്ഛൻ? ഇതിലൊക്കെ പാസ്സായിട്ടില്ല. വ്യർത്ഥം കാണുക, വ്യർത്ഥം കേൾക്കുക, വ്യർത്ഥം ചിന്തിക്കുക. വേസ്റ്റ്. വേസ്റ്റ് മീൻസ് നമുക്ക് ഉപകാരമില്ല, അതുകൊണ്ട് ആർക്കും ഗുണമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം കളയുക. ഇതിൽ വേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ബാബ പറയും പാസ്റ്റിനെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വേസ്റ്റാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെയെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. അതും കൂടി ബാബ പറയും കഴിഞ്ഞ സെക്കൻഡ്, ഇപ്പോൾ 7:45 ടൈമെങ്കിൽ 7:30 നടന്ന ഒരു കാര്യം പോലും നിങ്ങൾക്കിനി ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പാസ്റ്റ് എന്തിനാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുവല്ലോ, പാസ്റ്റെല്ലാം ഡ്രാമ. 5000 വർഷത്തെ നാടകത്തിൽ എന്തുണ്ടോ അത് നടക്കുകയാണ്. നടന്നു കഴിഞ്ഞു അർത്ഥം അത് ഡ്രാമയാണ്. കഴിഞ്ഞതിൽ നിന്ന് എന്താ പറയണ ഭഗവാൻ? പാഠം പഠിക്കൂ, ലെസൺ. ആ സംഭവം, സാഹചര്യം, എന്ത് പാഠം എന്നെ പഠിപ്പിക്കാനാണ് വന്നത്? പാഠം എടുക്കുക, മുന്നോട്ട് പോവുക. പക്ഷെ എന്ത് ചെയ്തുകൊണ്ടിരിക്കരുത്? ബാബ പറയണ പഴയ കാര്യങ്ങൾ വെറുതെ പറഞ്ഞ സമയം കളയല്ലേ, അത് വേസ്റ്റാണ്. അത് പറയുന്നത് വേസ്റ്റ്, ചിന്തിക്കുന്നത് വേസ്റ്റ്, ആരെങ്കിലും കേൾപ്പിക്കുന്നത് വേസ്റ്റ്. അതിനെക്കുറിച്ചാണ് ബാബ വേസ്റ്റ്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ടു മച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ ഭാവി എന്താവും, എൻ്റെ മക്കളുടെ ഭാവി എന്താവും, നാളെ എന്താകും, അങ്ങനെ ടു മച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ചിന്തകൾ, അതും വേസ്റ്റ് എന്നാ പറയാം ബാബ. കാരണം ഫ്യൂച്ചർ ബ്രൈറ്റ് ആകും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം കൊണ്ടുവന്നത് കൊണ്ട് നല്ല ഭാവി ഉണ്ടാക്കാൻ പറ്റില്ല.
ഫ്യൂച്ചർ നല്ലതാക്കാൻ ബാബ എന്താ പറയണേ? പ്രസൻറ്റ് നല്ലതാക്കിയാൽ മതി. അപ്പോൾ പാസ്റ്റ് നല്ലതാകും, ഭാവിയും നല്ലതാകും, വേസ്റ്റ് കുറയും. അപ്പോൾ ബാബ പറയണേ ഇതിൽ പക്ഷേ മക്കളിപ്പോഴും പാസ്സായിട്ടില്ല. ക്യൂങ്കി അമൃത് വേളേസെ സാരേ ദിൻ, കാരണം പറയണം ബാബ, എന്തുകൊണ്ട് നിങ്ങളുടെ വ്യർത്ഥം പോണില്ല? എൻ്റെ കാരണം നോട്ട് ചെയ്തോളൂ. അമൃതവേള മുതൽ മുഴുവൻ ദിവസത്തെ ദിനചര്യയിൽ തൻ്റെ മനസ്സിനും ബുദ്ധിക്കും ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നില്ല. നോട്ട് ചെയ്തോ? ഇതാണ് ഇന്നത്തെ ബാബയുടെ മുരളിയുടെ ടോട്ടൽ മുരളിയുടെ എസെൻസ്. എന്താ വ്യർത്ഥം വരുന്നതിൻ്റെ കാരണം? കണ്ണ് തുറക്കുമ്പോൾ മുതൽ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് മുതൽ ഫുൾ ഡേ ഞാൻ എന്തൊക്കെ ചെയ്യണം അല്ലെ? ശരീരത്തിനുള്ള പ്രോഗ്രാം നമ്മൾ ചാർട്ട് ഉണ്ടാക്കും. രാവിലെ ഇന്ന സ്ഥലത്ത് പോകണം, 10 മണിക്ക് ഇന്നത് ചെയ്യണം, 11 മണിക്ക് ഇത് ചെയ്യണം, 12 മണിക്ക് ഇത് ചെയ്യണം, വൈകുന്നേരം ഇന്നാളെ കാണണം അല്ലേ? എല്ലാ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ബാബ എന്താ പറഞ്ഞ? ഏത് പ്രോഗ്രാം ഉണ്ടാക്കുന്നില്ല മക്കള്? ഏത് പ്രോഗ്രാം ഉണ്ടാക്കുന്നില്ല എന്നാ പറഞ്ഞേ? മുഴുവൻ ദിവസത്തിൻ്റെ ദിനചര്യ നടക്കുമ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും, കാര്യവ്യവഹാരത്തിനോടൊപ്പം മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലി സ്ഥിതിയിൽ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പവർഫുള്ളായിരിക്കാൻ, സങ്കല്പങ്ങളും തീരുമാനങ്ങളും പവർഫുള്ളാകാൻ ഉള്ള പ്രോഗ്രാം കുട്ടികൾ മനസ്സിനും ബുദ്ധിക്കും സെറ്റ് ചെയ്യുന്നില്ല. ഇസ്ലിയെ അപ്സെറ്റ് ഹോ ജാത്താ ഹെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് സംഭവിക്കണേ? അപ്സെറ്റ് ആക്കണത്. സീറ്റ് സെറ്റാകാത്തത് കൊണ്ട് അപ്സെറ്റാക്കാൻ, സീറ്റിൽ സെറ്റാകാത്തത് കൊണ്ട് അപ്സെറ്റാക്കാൻ. ഏതാ സീറ്റ്? അല്ല, ഇതാണ് നമ്മുടെ സീറ്റ്. ഭ്രൂമധ്യമാണ് സീറ്റ്. ഇതാണ് നമ്മുടെ സിംഹാസനം, ആത്മാവിരിക്കണ അല്ലേ? ഞാൻ ആത്മാവാണ്, ഞാനാണ് യജമാനൻ എൻ്റെ ജീവിതത്തിൻ്റെ. എൻ്റെ മനസ്സിൽ എന്ത് സങ്കല്പം വരണമെന്നത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ ബുദ്ധി എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കണം. എന്തെങ്കിലും തീരുമാനിക്കുക, ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തു പറഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കല്ല. എൻ്റെയാണ് തീരുമാനം. അപ്പോൾ ബാബ പറയണ അതിനെന്ത് വേണം? മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കി വെക്കുന്നതിന് പ്രോഗ്രാം സെറ്റ് ചെയ്യും. എന്ത് പ്രോഗ്രാം സെറ്റ് ചെയ്യും? മനസ്സിനും ബുദ്ധിക്ക് എങ്ങനെ പ്രോഗ്രാം കൊടുക്കുക? എങ്ങനെ പ്രോഗ്രാം കൊടുക്കുക? അത് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? എങ്ങനെ പ്രോഗ്രാം കൊടുക്കും? ഓരോ 1 മണിക്കൂറിലേക്കും നമ്മൾ പ്രോഗ്രാം കൊടുക്കണം. ഒരു ബാബ ഇനിയിപ്പോൾ അത് പറഞ്ഞു വരുന്നുണ്ട് ഉദാഹരണം. ബാബ പറയണേ ജെസെ അപ്പനെ സ്ഥൂൽ കാര്യക്കോ, എങ്ങനെയാണോ ഫുൾ ഡേ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്ഥൂല കാര്യങ്ങളുടെ പ്രോഗ്രാം, ദിനചര്യ പ്രമാണം സെറ്റ് ചെയ്യുന്നത്, അതേപോലെ മനസ്സിനെ ശക്തിശാലി സ്ഥിതിയിൽ വയ്ക്കാനുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വതവേ തന്നെ താങ്കൾ ഒരിക്കലും അപ്സെറ്റ് ആവില്ല. എത്രത്തോളം അപ്പനെ മൻകോ സമർത്ഥ സങ്കല്പങ്കോ, തൻ്റെ മനസ്സിനെ ശക്തിശാലിയായ സങ്കല്പങ്ങളിൽ ബിസിയാക്കി വെക്കുകയാണെങ്കിൽ മൻകോ അപ്സെറ്റ് ഹോനേക്ക, മനസ്സിനെ ശക്തിശാലി സങ്കല്പങ്ങളിൽ ബിസിയാക്കി വെക്കുകയാണെങ്കിൽ അപ്സെറ്റ് ആകാനുള്ള സമയമേ താങ്കൾക്ക് കിട്ടില്ല. സംഭവം വരുമായിരിക്കാം അപ്സെറ്റാക്കാൻ, ഇളക്കാൻ. പക്ഷെ താങ്കൾ ഇരിക്കുന്നത് എവിടെയാ? സീറ്റില്ല. ഏത് സീറ്റിൽ? മനസ്സിന് സ്വമാനത്തിൻ്റെ സീറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് ശക്തി കിട്ടുന്ന ശ്രേഷ്ഠ സ്മൃതികൾ അല്ലേ, ആ സ്മൃതികൾ കൊണ്ട് ശ്രേഷ്ഠ സ്ഥിതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ താങ്കളെ ഇളക്കാൻ സംഭവങ്ങൾക്ക് കഴിയില്ല. സംഭവം വരും പോകും. ആജിക്കൽക്ക് ഈ ദുനിയാമേനെ ബാബ ഉദാഹരണം പറയാണ്. ഇന്നത്തെ ലോകത്ത് വലിയ പൊസിഷനിലിരിക്കുന്നവർ, IP, VIP, അവരെന്ത് ചെയ്യും? സദാ അവരുടെ കാര്യങ്ങളുടെ ദിനചര്യ സമയമനുസരിച്ച് മുൻകൂട്ടി സെറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ VIPസിൻ്റെ ഓരോരോ മിനിറ്റുകൾക്കും അവർക്ക് പ്രോഗ്രാം അവർ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മിനിമം തലേ ദിവസമെങ്കിലും പിറ്റേ ദിവസത്തെ പ്രോഗ്രാം അവർ കംപ്ലീറ്റ് സെറ്റ് ചെയ്യും. ഉറങ്ങും വരെ ഇരിക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം, ഓരോ മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അരമണിക്കൂറുകളുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യും. ആപ് കോൺ ഹോ? ബാബ ചോദിക്കണേ, സാധാരണ ലോകത്തിലെ VIPs അവരുടെ പ്രോഗ്രാം ദിനചര്യ പ്രമാണം മുൻകൂട്ടി തയ്യാറാക്കി പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ താങ്കൾ ആരാണ്?
ബാബ പറയണേ അവരെല്ലാം ലോകത്തിലെ പൊസിഷൻ അനുസരിച്ച് VIP. പക്ഷെ താങ്കൾ ബാബ പറയണേ മുഴുവൻ വിശ്വത്തിലെ ഈശ്വരൻ്റെ സന്താനങ്ങൾ എന്ന ബന്ധത്തിൽ, ഈശ്വരൻ്റെ കുട്ടി എന്ന കണ്ണിൽ ഒരു ബ്രാഹ്മണൻ ബ്രഹ്മാമുഖത്തിലൂടെ അല്ലെ ഒരു ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്ന, സർവശ്രേഷ്ഠ ജീവിതം ജീവിക്കുന്ന അല്ലെ ഒരാൾ, ഒരു യോഗി എന്ന നിലയിൽ ബാബ പറയണ കിത്തനെ ഭി, എത്ര വേണമെങ്കിലും വി ബാബ പറയണ താങ്കളുടെ പേരിൻ്റെ ഫ്രണ്ടിൽ ബാബ പറയണ ചേർക്കാം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് താങ്കളുടെ ജീവിതം എന്ന് പറയാം ബാബ. എന്താ കാരണം? താങ്കളിപ്പോൾ ഈശ്വരൻ്റെ സന്താനമായതിനാൽ. പിന്നെയോ ലക്ഷ്യം, ഈശ്വരൻ്റെ സന്താനം എങ്ങനെയാണ് ജീവിക്കുന്നത്? ബ്രാഹ്മൺ ലൈഫ്. ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ കുടുംബി ജീവിതം, ഏറ്റവും ശ്രേഷ്ഠ ജീവിതം, ശ്രേഷ്ഠമായ വാക്ക്, ശ്രേഷ്ഠമായ പ്രവൃത്തി. ഒരു ദിവസം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനചര്യയിലൂടെ കടന്നു പോകണമെന്ന് അല്ലേ, ആ ലക്ഷ്യത്തിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് താങ്കൾ വി 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 എത്ര വി വേണമെങ്കിലും ചേർത്തോളൂ പറയാ ബാബ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് അല്ലേ താങ്കൾ കുട്ടികൾ. ആ വിശ്വക്കെ മാത്രമല്ല ബാബ പറയുന്ന താങ്കളാണ് വിശ്വത്തിൻ്റെ നവനിർമ്മാണം ചെയ്യേണ്ട ആധാരമൂർത്തി. ഈ ലോകത്തെ പുതുക്കിപ്പണിയുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാം ബാബ. നമ്മളെ പുതുക്കിപ്പണിയാന്ന് പറഞ്ഞാൽ എന്താ നടക്കണേ? നവനിർമ്മാണമാണ്, ലോകത്തിൻ്റെ പരിവർത്തനം, സ്വപരിവർത്തനം ചെയ്യുക. അർത്ഥം തന്നെ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. നമ്മൾ ഒരാളുടെ മാറ്റം, നമ്മുടെ ഒരാളുടെ ചിന്താരീതിയിൽ വന്ന മാറ്റം, വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും വന്ന മാറ്റം അല്ലേ. എന്തിന്? നമ്മുടെ ദൃഷ്ടികോണൊന്ന് മാറി നമ്മൾ ശരീരബോധം വിട്ടിട്ട് ആത്മബോധത്തിൽ എല്ലാവരെയും കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എത്ര മാറ്റം വരുമല്ലേ. നമ്മുടെ കാമചിന്തകൾ മാറും, ക്രോധത്തിൻ്റെ ചിന്തകൾ കുറയാൻ തുടങ്ങും അല്ലെ, ആസക്തി കുറയും, അഹങ്കാരം കുറയും. അത് ഈ ലോകത്തിന് വലിയൊരു സംഭാവനയല്ലേ. ചെറിയ കാര്യമാണോ? ഒരാൾക്ക് മദ്യം കഴിക്കുന്ന ശീലമുള്ള ആൾ ആ മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ മുഴുവൻ വിശ്വത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനല്ലേ. ആ വ്യക്തിയുടെ മനസ്സും മാറും, ശരീരത്തിലും മാറ്റം വരും, ആ കുടുംബവും രക്ഷപ്പെടും, എത്ര പേരുടെ ദുഃഖം ഇല്ലാണ്ടാകും. ആ മുഴുവൻ സമൂഹത്തിന് അല്ലെ ഒരു വീട്ടിലെ കഷ്ടം കാരണം ആ നാട് മുഴുവൻ ചിന്തയിലല്ലേ അല്ലേ. പിന്നെ അസുഖമായി കിടപ്പിലായി കഴിഞ്ഞാലോ അല്ല, എത്ര പൈസ, എത്ര ലക്ഷങ്ങൾ. അപ്പം ഈ ലോകത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഏതാണ്? നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളെ നമ്മൾ പരിവർത്തനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ബാബ പറയണേ നവനിർമ്മാണമാണ്. നമ്മൾ ഇഷ്ടികകൾ റെഡിയായാൽ മതി. നമ്മളാകുന്ന ഇഷ്ടികകളെ പടുത്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? സ്വർഗസ്ഥാപനം നടത്തുക. പുതിയ വർഷം വരെയല്ലേ, ബാബ പ്രേരണ തരികയാണ്. നിങ്ങളാണ് നവനിർമ്മാണത്തിൻ്റെ ആധാരമൂർത്തി, ഫൗണ്ടേഷനാണ് പറയുക ബാബ. ഫൗണ്ടേഷൻ ഇളകി എന്ത് സംഭവിക്കും? എല്ലാവരും ഇളകും. ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് നമ്മളെ ഭഗവാൻ ഇപ്പോഴേ കൊണ്ടുവന്നത്. എല്ലാവരും കേൾക്കുമോ ഈ കാര്യങ്ങൾ? എല്ലാവരും കേൾക്കില്ല. കാതിൽ കൊണ്ടുപോയി നിങ്ങൾ വെച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇത് കേൾക്കാൻ പറ്റില്ല. ബേഹദ് കെ ഡ്രാമയ്ക്ക് അന്തർ, പരിധിയില്ലാത്ത ഡ്രാമയ്ക്കുള്ളിൽ താങ്കൾ ഹീറോ പാർട്ടധാരിയാണ്. എന്താ പറഞ്ഞ ബാബ? പരിധിയില്ലാത്ത ജീവിത നാടകത്തിലെ ബാബ പറയുന്ന ഹീറോ പാർട്ടധാരികളാണ് താങ്കൾ. വജ്രതുല്യ ജീവിതമാണ് താങ്കളുടെ ജീവിതത്തെ വിലയുള്ള, വജ്രം എന്ന് പറഞ്ഞാൽ തിളക്കമുള്ളത്, വിലയേറിയത്, സ്ട്രോങ്. ഇതാണല്ലോ വജ്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്ന് നമുക്ക് സ്ട്രോങ് ആകണം, രണ്ടാമത്തെ നമുക്ക് തിളക്കം, ആത്മീയ അല്ലെ അവബോധത്തിൻ്റെ തിളക്കമുള്ളവരാകണം. പിന്നെയോ വാല്യുബിൾ ആകണം, നമ്മുടെ ജീവിതം വിലയുള്ളതാകണം, യൂസ്ഫുൾ ആയിരിക്കണം, നമ്മൾ മൂല്യമുള്ളതാക്കണം. എപ്പോഴാണ് വിലയുള്ളതാകുക? മൂല്യങ്ങളുള്ളവരായി മാറുമ്പോൾ, ഗുണങ്ങളുള്ളവരായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വിലയേറുന്നത്. तो कितने बड़े हुए? അപ്പോൾ ബാബ ചോദിക്കും, ഇപ്പം നിങ്ങൾ എത്ര വലിയവരായി? ए शुद्ध समर्थ बनाता है, नशा समर्थ बनाता है और दे अभिमान. ബാബ പറയണേ നമ്മളെ ദേഹബോധം താഴേക്ക് പിടിച്ചു വലിച്ചു, ആത്മബോധത്തിൻ്റെ ലഹരി എന്ത് ചെയ്യും? നമ്മളെ ഉയർത്തും. അപ്പം നമുക്ക് മല കയറാനുള്ള സമയമാണ്. മല കയറി എവിടെ എത്തണം? സന്നിധാനത്തിലെത്തണം. ഏത് മലയാണ് കയറേണ്ടത്?
ശരീരബോധത്തിൻ്റെ മല കയറണം. നമുക്ക് ശരീരബോധം വിടണം, ആത്മബോധത്തിലേക്ക് കയറണം. അപ്പോൾ ബാബ പറയണേ, ആത്മീയമായ താങ്കളുടെ ലഹരി ആത്മബോധത്തിലേക്ക് വരുമ്പോൾ എന്താകും? ലഹരി ഉണ്ടാകും, ആത്മീയ ലഹരി. ആ ആത്മീയ ലഹരി താങ്കളെ മുകളിലേക്ക് ഉയർത്തും. അപ്പം താഴേക്ക് പിടിച്ചു വലിക്കാൻ എന്ത് വന്നാലും താങ്കൾ താഴേക്ക് വരില്ല. വ്യർത്ഥ തരഫ്, അപ്പോൾ വ്യർത്ഥത്തിലേക്ക് പോകില്ല. വ്യർത്ഥത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം अपने मन बुद्धि की दिनचर्या सेट नहीं करते हो. മുരളി ബാബ എസൻസിലേക്ക് കൊണ്ടുവരിക. എന്താ മുഖ്യ പോയിന്റ്? വ്യർത്ഥത്തിലേക്ക് പോകുന്നതിൻ്റെ മുഖ്യ കാരണം തൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ദിനചര്യ സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. മനസ്സിനെ ബിസിയാക്കി വെക്കുന്ന കല സമ്പൂർണമായ രീതിയിൽ സദാ യൂസ് ചെയ്യുന്നില്ല. മനസ്സിനെ ബിസിയാക്കി വെക്കാനുള്ള കല സമ്പൂർണ്ണ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? മനസ്സിനെ, ബുദ്ധിയെ ബിസിയാക്കണം. ബാക്കി നമുക്ക് ഇന്ന് മുഖ്യ മുരളിയുടെ കുറച്ച് ഭാഗം പഠിച്ചു. മുരളിയുടെ അവസാനം ബാബ എല്ലാ ദിവസവും ഒരു വരം തരും. അപ്പം ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ ആ വരവും കൂടി കേൾക്കാം. മുരളിയുടെ സാരത്തിൽ എന്ത് മനസ്സിലായി? മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കാനുള്ള ദിനചര്യ സെറ്റ് ചെയ്യും. എങ്ങനെ സെറ്റ് ചെയ്യും? എങ്ങനെ സെറ്റ് ചെയ്യും അല്ലേ? രാത്രി കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മെഡിറ്റേഷൻ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത്? രാവിലെ നമ്മുടെ അമൃതവേള ബ്രഹ്മ മുഹൂർത്തത്തിലെ മെഡിറ്റേഷൻ നന്നായിരിക്കാൻ, കണ്ണ് തുറക്കുമ്പോൾ ഈശ്വരൻ്റെ ഓർമ്മ വരാൻ അല്ലേ? അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ്, ബാബ എന്ന മുരളിയിൽ പറയുന്നുണ്ട് എക്സാമ്പിളായിട്ട്, രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ മാത്രം പോരാ, അലർട്ടായിരുന്ന് ഈശ്വരനെ ഓർമ്മിക്കണം. ഉറക്കം തൂങ്ങാതെ അലർട്ടായിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന് മേല് കഴുകുക, അലർട്ടാകുകയാണെങ്കിൽ അത് ചെയ്യാം. അല്ലെ ഇരുന്നാൽ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഒന്ന് നടന്നുകൊണ്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ആലസ്യമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്ന് ചെയ്യാം. അല്ല നമുക്ക് ഇരുന്നിട്ട് അറ്റൻഷൻ വരുന്നില്ലെങ്കിൽ ആ സമയത്ത് എഴുതുക, സൊമാനം എഴുതിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ബാബയുടെ അല്ല ഭഗവാന്റെ മഹാവാക്യം കേട്ടുകൊണ്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു വിധിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആലസ്യക്കരണ ശീലമില്ല രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം ഒരു അലസ്യം ഉണ്ടാവും നമുക്ക്. പതുക്കെ പതുക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ളിൽ അല്ലേ അലേർട്ട്നെസ് കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈശ്വരൻ്റെ വരദാനം കേൾക്കാം. അങ്ങനെ ഫുൾ ഡേയിലേക്ക് മനസ്സിനെയും ബുദ്ധിയെ അലർട്ടാക്കാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ് നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. 1 മിനിറ്റ് ജോലികൾ നിർത്തി വെച്ചിട്ട് എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ആരാണെന്നുള്ള ഓർമ്മ കൊണ്ടുവരിക. കഴിഞ്ഞു പോയ 1 മണിക്കൂറിൽ 59 മിനിറ്റിൽ എന്താ നടന്നത്? ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്തത്? പറയേണ്ടതാണോ പറഞ്ഞത്? ചിന്തിക്കേണ്ടതാണോ ചിന്തിക്കേണ്ടത്? ഏത് മാനസികാവസ്ഥയിൽ ഇരുന്നാൽ ഞാൻ കാര്യം ചെയ്തത്? ഇളകിയോ, ഒലഞ്ഞോ, ആടിയോ, അപ്സെറ്റായോ, ഈഗോയിലേക്ക് വന്നു, ഏതെങ്കിലും വികാരങ്ങളാകുന്ന മായ എന്നെ പിടിച്ചു വലിച്ചിരുന്നു, ദേഷ്യത്തിനോ അഹങ്കാരത്തിനോ ആസക്തിക്കോ വിധേയമായ എന്തെങ്കിലും വാക്കോ പെരുമാറ്റമോ എന്നിൽ നിന്നുണ്ടായോ? ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ്. അതുകൊണ്ടാണ് ബാബ സൈലൻ്റായിട്ടിരിക്കാൻ പറഞ്ഞത്. ജോലി നിർത്തൂ, കഴിഞ്ഞ 59 മിനിറ്റിൻ്റെ ചെക്കിങ് ചെയ്യൂ. എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുത്ത 1 മണിക്കൂർ, അടുത്ത 59 മിനിറ്റ് നമ്മൾ അലർട്ടാകുള്ളൂ. എൻ്റെ മനസ്സിൽ ബുദ്ധിയിൽ എന്ത് സങ്കല്പത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഈ കാര്യം ചെയ്യണം, എന്ത് വിചാരം കൊണ്ടുവരണം. ഒന്നുകിൽ ജോലികളാണ് ചെയ്യണമെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുകയാണെന്നുള്ള ഓർമ്മ. ബാബ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, ഇത് ഭഗവത് കാര്യമാണ്. ഏതെങ്കിലും ശ്രേഷ്ഠ വിചാരം, അല്ലെങ്കിൽ മുരളിയിൽ നിന്ന് കേട്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഈശ്വരനോട് സംസാരിച്ചുകൊണ്ട് ചെയ്യുക. ഇപ്രകാരം മനസ്സിൽ ശ്രേഷ്ഠ വിചാരങ്ങൾ കടത്തി വിട്ടുകൊണ്ട് ഏറ്റവും നല്ലതാണ് അന്നന്ന് കേൾക്കുന്ന മുരളിയുടെ പോയിന്റുകൾ. ഭഗവാൻ ഇന്ന് എന്താ പറഞ്ഞേ? അതിൽ നിന്ന് 1, 2, 3, 4, 5 പോയിന്റ്. അതുകൊണ്ടാണ് ഒരു ദിവസവും മുരളി മിസ് ചെയ്യരുതെന്ന് പറയണം. അപ്പോൾ ഫുൾ ഡേ മനസ്സും ബുദ്ധിയിൽ എന്ത് ചെയ്തോളും? പ്രഭാതത്തിൽ തന്നെ കേൾക്കേണ്ടതിൻ്റെ ആവശ്യം അതാണ് സത്സംഗം. രാവിലെ 7 തൊട്ട് 8 മണി വരെ സത്സംഗം കേട്ട എന്താ ഗുണം?
ഫുൾ ഡേ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ആ സമയത്തെല്ലാം രാവിലെ കേട്ട മഹാവാക്യം ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് കൈകാലുകൾ കൊണ്ട് ജോലിയും ചെയ്യുക, മനസ്സിലെന്ത് ചെയ്യുക, ഇന്ന് ഈശ്വരൻ എന്നോട് എന്താ പറഞ്ഞേ, ഞാനിതെങ്ങനെയാണ് ചെയ്യണ്ടേ, എൻ്റെ മനസ്സിലെന്ത് മാറ്റം കൊണ്ടുവരേണ്ടത്, വിചാരത്തിൽ, എൻ്റെ സംസാര ശൈലിയിൽ എന്താ കൊണ്ടുവരേണ്ടത്, പെരുമാറ്റത്തിൽ. അപ്പോൾ ഓരോ 1 മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ പോസ് ചെയ്യുമ്പോൾ, സൈലൻ്റ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തുകയും ചെയ്യാം. അടുത്ത 1 മണിക്കൂറിലേക്ക് വീണ്ടും മനസ്സും ബുദ്ധിയും സെറ്റ് ചെയ്യും. അങ്ങനെ മനസ്സും ബുദ്ധിയും സെറ്റ് ചെയ്തുകൊണ്ട് കർമ്മക്ഷേത്രത്തിൽ കാര്യവ്യവഹാരം ചെയ്യുക. ഇനി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും മനസ്സിനെ ബുദ്ധിയെ സെറ്റ് ചെയ്യണം. 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ 10 മിനിറ്റ് ഞാൻ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കണം, അപ്പം എൻ്റെ മനസ്സിൽ എന്ത് സങ്കല്പം കൊണ്ടുവരണം. ഒന്നുകിൽ ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ സ്മരിച്ചുകൊണ്ട് ആത്മബോധത്തിലിരിക്കുക, അല്ലെങ്കിൽ ആത്മബോധത്തിലിരുന്ന് പരമാത്മാവിൻ്റെ ഗുണങ്ങളെ സ്മരിക്കുക. ഈശ്വരനാരാ, ഈശ്വരൻ്റെ ശക്തികൾ എന്താ, ഈശ്വരൻ്റെ കർത്തവ്യം എന്താ, ഭഗവാന്റെ അടുത്തിരുന്ന ആ ഗുണങ്ങളെ, ശക്തികളെ, ഈശ്വരൻ്റെ കർത്തവ്യത്തെ സ്മരിച്ച് പരംധാമത്തിൻ്റെ അനുഭവം ചെയ്യുക പരമാത്മാവിനോടൊപ്പം. ഒന്നുകിൽ ആത്മാനുഭൂതി അല്ലെങ്കിൽ പരമാത്മാനുഭൂതി. മെഡിറ്റേഷനിൽ ഇപ്രകാരം മനസ്സിനെ ബുദ്ധിയെ സെറ്റ് ചെയ്യാം അല്ലേ. അപ്പം അതിനെയാണ് ബാബ എന്ത് പറഞ്ഞ്, മനസ്സിനെ ബുദ്ധിയെ അല്ലേ, ദിനചര്യയ്ക്കൊപ്പം മനസ്സും ബുദ്ധി അവിടെ ഇവിടെ അലയാതിരിക്കാൻ പ്രോഗ്രാം കൊടുക്കൂ. അല്ലാതെ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ പറഞ്ഞ് വിടുകയും കൈകാല് കൊണ്ട് ജോലിയും ചെയ്തുകൊണ്ടിരിക്കരുത്. ഇവിടെ എന്ത് ചിന്ത നടക്കുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞു വേണം ഇവിടെ നടക്കാൻ. ഞാൻ ബോധവാനായിരിക്കണം ഇവിടെ നടക്കുന്നതിനെക്കുറിച്ച്. കാരണം ഞാൻ വേറെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ബോധവാനായി എന്നെ നോക്കാൻ പറ്റും, എൻ്റെ മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ആത്മാവാണ്, എൻ്റെ മനസ്സാണ്. അപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകും. അയ്യോ എൻ്റെ മനസ്സിൽ വ്യർത്ഥം വരുന്നുള്ളൂ, ടെൻഷനൊന്നും വേണ്ട. ശരി, ഈ ചിന്തകൾ വേണ്ടാത്ത ചിന്തകളാണ് എനിക്ക് വരുന്നത്, അന്നേ കഴിഞ്ഞു പോയ കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും വേണ്ടാത്തതായിരിക്കും. ശരി, ഇത് മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് വേണ്ടി കുറച്ച് ശുഭചിന്തകൾ. ഇന്ന് ബാബ എന്നോട് എന്താ പറഞ്ഞത്, ആ പോയിന്റുകൾ കൊണ്ടുവരിക. ക്ലിയറായോ? ഇപ്രകാരം മനസ്സിനെയും ബുദ്ധിയെ ബിസിയാക്കാൻ പറയണം ബാബ. ഇന്നത്തെ ഭഗവാന്റെ വരമായിരുന്നു സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ബാഹ്യമായി, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സറ്റിൽ, അകത്ത്, മനസ്സിനും ബുദ്ധിക്കും ചെയ്യേണ്ടത്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്ക്, ശരീരത്തിന് കൊടുക്കേണ്ട ജോലി. ഈ വാക്കിനി പലപ്പോഴും വരും, സ്ഥൂലം സൂക്ഷ്മം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ദേഹവും ദേഹത്തിൻ്റെ ലോകവുമായി ബന്ധപ്പെട്ടത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, സംസ്കാരം, ആത്മാവുമായി അകത്ത് നടക്കേണ്ട കാര്യം. 2 രീതിയിലും സ്വയത്തെ ബിസിയാക്കി വെക്കുന്ന മായാജീത് വിജയീ ഭവ. മായയെ ജയിക്കുന്ന വിജയിയായി ഭവിക്കട്ടെ. നോക്കൂ, ആദ്യത്തെ ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്ന കുട്ടികൾക്ക് ഈശ്വരൻ്റെ ആദ്യത്തെ വരം കിട്ടുകയാണ്. എന്താ വരം? ഭഗവാൻ തന്നെ സ്ഥൂലവും സൂക്ഷ്മവും 2 രീതിയിലും സ്വയത്തെ ബിസിയാക്കി വെക്കുന്ന മായാജീത്, മായയെ ജയിക്കുന്നവർ, വിജയീ ഭവ. ന്യൂ ഇയർ വരദാനായില്ലേ? വിജയീ ഭവ, അതാണ് ഈശ്വരൻ്റെ വരദാനം. അപ്പം ഞാൻ ആരാണ്? വിജയീ ആത്മാവാണ്, മായാജീത്താണ്, മായയെ ജയിക്കുന്ന ആളാണ്. എങ്ങനെ ജയിക്കും മായയെ? അതാണ് ആദ്യത്തെ പകുതിയിൽ പറഞ്ഞത്. പുറമേയും അകത്തും സ്വയത്തെ ബിസിയാക്കി വെച്ചാലേ നമുക്ക് മായ പറഞ്ഞ വിഘ്നം അല്ലെ, വികാരം, തടസ്സം, ഇതിനൊന്നും നമ്മളെ തടയാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. സ്വയത്തെ ബിസിയാക്കൂ പറയാ ബാബ. അപ്പോൾ വ്യർത്ഥത്തെ ജയിക്കാം, എല്ലാ മായയും ജയിക്കാം. ഇനി അതിന് യുക്തികൾ പറഞ്ഞു തരികയാണ്. ഈ വരദാനം ജീവിതത്തിൽ എങ്ങനെ നമ്മൾ നിറവേറ്റും, പ്രാക്ടീസ് ചെയ്യും, അതിനെന്തൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ പറയാണ്. സ്വയത്തെ സേവാധാരിയാണെന്ന് മനസ്സിലാക്കും. ഒരു യുക്തി നോട്ട് ചെയ്തോ? സ്വയത്തെ സേവാധാരി. എപ്പോഴും ഞാൻ ഈശ്വരൻ്റെ സേവാധാരിയാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും വിജയം കിട്ടണമെങ്കിൽ ഭഗവത് സേവയാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു പോയിന്റ്. 2ാമത്തെ പോയിന്റ് പറയണ ഭഗവാൻ, രുചി ഉമങ്ക് സെ സേവാമേ ബിസിരോ. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇൻട്രസ്റ്റോടെ, താല്പര്യത്തോടെ ചെയ്യും, സന്തോഷത്തോടെ ചെയ്യും, ഉണർവിലും ഉത്സാഹത്തോടെയും സേവനങ്ങളിൽ ബിസിയായിരിക്കും. വിജയം കിട്ടണമെങ്കിൽ എന്ത് വേണം? ചെയ്യണമല്ലോ പറഞ്ഞ് ചെയ്യല്ല, പണിയാണല്ലോ പറഞ്ഞ് ചെയ്യല്ല, പിന്നെയോ ഇഷ്ടത്തോടെ ചെയ്യൂ.
ആ പൊടി വീഴണം ആ കർമ്മത്തിൽ. സന്തോഷത്തോടെ ചെയ്യൂ, ഉണർവോടെ ചെയ്യൂ, ഉത്സാഹത്തോടെ കർമ്മം ചെയ്യൂ. ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കടമയല്ലേ ചെയ്തല്ലേ പറ്റൂ. എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് സന്തോഷത്തോടെ, ഉണർവോടെ, ഉത്സാഹത്തോടെ. ആദ്യം പറഞ്ഞ എന്താ? സേവാധാരിയാണെന്ന മനോഭാവത്തോടെ, ഭഗവത് സേവയാണ്. എങ്കിൽ മായയ്ക്ക് ചാൻസ് കിട്ടില്ല. വികാരങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല, വിഘ്നങ്ങൾക്ക് ചാൻസ് കിട്ടില്ല. നോട്ട് ചെയ്തല്ലോ, ഹോംവർക്ക് അതാണ്. സങ്കല്പ് സെ ബുദ്ധി സെ ചാഹെ സ്ഥൂൽ കരം സെ ഫ്രീ രേത്തെ ഹോ. നീ കാരണം പറയാ ബാബ, മായ എന്തുകൊണ്ട് വരണു നമുക്ക്? വിഘ്നം വരാനുള്ള കാരണം സങ്കല്പം, ബുദ്ധി, സ്ഥൂലകർമ്മം. ബാഹ്യമായും ആന്തരികമായും നിങ്ങൾ നിങ്ങളെ ഫ്രീ ആക്കിയിരുത്തും, ചുമ്മാതിരിക്കുക എന്നതുകൊണ്ടാണ് ബാബ പറയണ മായ വരുന്നത്. വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് മായ വരുന്നത്. അകത്തും വെറുതെ ഇരിക്കരുത്, പുറമേയും വെറുതെ ഇരിക്കരുത്. ക്ലിയർ ആയില്ലേ? ശരീരം കൊണ്ടും വെറുതെ ഇരിക്കരുത്, മനസ്സുകൊണ്ടും വെറുതെ ഇരിക്കരുത്. ശരീരം കൊണ്ട് എപ്പോഴും എന്തെങ്കിലും കാര്യം, അന്തിമ ശ്വാസം വരെ ഇന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഈ കൈകാലുകൾക്ക് ആവതുള്ളിടത്തോളം കാലം, പ്രവർത്തിക്കാൻ പറ്റുന്നിടത്തോളം കാലം, ഇത് എവിടെയെങ്കിലും അല്ലേ കിടന്നു പോകുന്ന, വീഴുന്ന ആ ഒരവസ്ഥ വരും വരെ, ഒന്നും പ്രവർത്തിക്കാതാകുന്ന ഒരവസ്ഥ എന്നെത്തുന്നു, അതുവരയ്ക്കും എന്ത് ചെയ്യുക? ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, പറ്റുന്നത് ചെയ്യാം. അല്ല എനിക്ക് പ്രായമായി, റിട്ടയറായി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. റിട്ടയർമെൻറ്റ് ജോലി എന്നല്ലേ ആയിട്ടുള്ളൂ. അടുത്ത ജോലികൾ ചെയ്യാമല്ലോ. നമുക്ക് വീടുകളിൽ എന്തെല്ലാം ചെയ്യാം, സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം, ലോകത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം, ചെയ്തുകൊണ്ടേയിരിക്കണം. ശരീരം കൊണ്ട് ബിസിയായിരിക്കണം, മനസ്സിനെയും ബുദ്ധിയെയും ബാബ പറയണേ ശുഭവിചാരങ്ങളിൽ ബിസിയാക്കി വയ്ക്കും. എന്നാൽ വിഘ്നം വരില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വേണ്ടാതിരുന്ന, അല്ല ഒന്നും ചെയ്യാതിരുന്ന മായ കയറിക്കൂടും. വേണ്ടാത്ത വിചാരങ്ങൾ അവർക്കാണ് ഈ ആലസ്യവും അലസതയും നിരാശയും വിഷാദവും ദുഃഖവും ടെൻഷനും കൂടുതൽ അവർക്കാണ്. വെറുതെ ഇരിക്കുന്നവർക്കാ. ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും കർമ്മങ്ങളിൽ ബിസിയായിരിക്കുക. എന്തെങ്കിലും കർമ്മം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ കർമ്മങ്ങളിൽ, മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ ബിസിയാക്കുക. അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നീ വേണ്ടാത്തത് ചിന്തിക്കും, അല്ലെങ്കിൽ വെറുതെ ഫോണും നീക്കി കമ്പ്യൂട്ടറും നീക്കി അവരെ നോക്കി, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് അവരോടും ഇവരോടും വർത്തമാനം പറഞ്ഞ് വെറുതെ കുറേ സമയം, മണിക്കൂർ കണക്കിന് പേപ്പറും വായിച്ചാലേ കുറേ സമയം ടി വിയും കണ്ട് ടൈം വേസ്റ്റ് ചെയ്യും. ടൈം വേസ്റ്റ് ചെയ്യരുത്, ജീവിതമാണ് വേസ്റ്റായി പോവുക. അതുകൊണ്ടാണ് പറയണ ബാബ. അടുത്ത പോയിന്റ് ഇപ്പം എന്ത് പറഞ്ഞു ബാബ? അടുത്ത പോയിന്റ് വിഘ്നം കുറയാൻ, മായ കുറയാൻ ബിസിയാക്കുക. സ്ഥൂൽ സൂക്ഷ്മം ദോനോ രീതി സെ. വീണ്ടും ഓർമ്മിപ്പിക്കുക ബാബ, അകത്തും പുറത്തും സന്തോഷത്തോടുകൂടി സേവനങ്ങളിൽ ബിസിയായിരിക്കും. സന്തോഷത്തോടെ ചെയ്യും. സന്തോഷത്തോടെ ചെയ്യുന്നത് കാരണം മായയ്ക്ക് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ആര് സ്വയത്തെ സദാ സന്തോഷത്തിലിരുത്തുന്നു, ഏത് വിഘ്നം വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, എന്ത് വന്നോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രാമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചൈനീസ് കഥ പറഞ്ഞില്ലേ? എന്ത് വന്നപ്പോഴും ആ വ്യക്തി എങ്ങനെയിരുന്നു? സോ വാട്ട്, അതിനെന്താ നഷ്ടവും കഷ്ടവും നല്ലത് വന്നപ്പോഴും ആളെ അതൊന്നും ബാധിക്കുന്നില്ല. ആള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട്, എൻ്റെ കുതിര പോയി പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടും ഇരുന്നില്ല. 2 കുതിര ആരുടെയെങ്കിലും എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് സന്തോഷിച്ചുമില്ല. ആള് ചെയ്യേണ്ട കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. മോന് ജോലിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞില്ല. ഇനി ജോലി കിട്ടിയിട്ട് കൈകാലൊടിഞ്ഞപ്പോൾ അതിനെ പ്രതിയും കരഞ്ഞില്ല. അതിന് ചികിത്സയ്ക്കും വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ബാബ പറയണത്. എന്ത് ചെയ്യരുത്? അല്ലേ, വെറുതെ ഇരിക്കരുത്. പിന്നെയോ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും കർമ്മം തീർക്കാന്നല്ല, സന്തോഷത്തോടെ ചെയ്യും. അപ്പം അപ്പോഴും മായ വരില്ല. ഇസ്ലേ സ്വയം ഹി സ്വയം. അടുത്ത യുക്തി പറയാ ബാബ. മായ വരാതിരിക്കണമെങ്കിൽ താങ്കൾ താങ്കളുടെ ടീച്ചറാകും. അവരവരുടെ ടീച്ചർ അവരവരാകും. കാരണം ആരെങ്കിലും നമ്മൾ പറയുന്നതോ നമ്മളെ പഠിപ്പിക്കുന്നതോ നമുക്കാർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ബാബ പറയണത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീച്ചറാകും. എന്നിട്ട് ബുദ്ധിയെ ബിസിയാക്കി വയ്ക്കാൻ ഡെയിലി പ്രോഗ്രാം ഉണ്ടാക്കും. ബുദ്ധിയെ ബിസിയാക്കി വയ്ക്കാൻ ഡെയിലി പ്രോഗ്രാം. ഞാൻ ഇന്ന് ഫുൾ ഡേ എങ്ങനെ ബിസിയായിരിക്കണം, ഉറങ്ങും വരയ്ക്ക് ബിസിയായിരിക്കാനുള്ള ടൈം ടേബിൾ ഉണ്ടാക്കും. നേരത്തെ ഉറങ്ങണം, വേണ്ടേ? 9:30-ക്കുള്ളിൽ ഉറങ്ങിക്കോളൂ. അതുവരെയുള്ള
മാക്സിമം 10ൻ്റെ ഉള്ളിൽ ഉറങ്ങണം, 9:30 ബെഡിൽ പോകണം, ആ ലക്ഷ്യം വെക്കണം. മായാജീത് വിജയിയായി മാറാം. ക്ലിയർ ആയില്ലേ? മായയെ ജയിക്കാനും ഉള്ള യുക്തി. ലാസ്റ്റ് ബാബയ്ക്ക് മുരളിയിൽ ലാസ്റ്റ്, മുരളി മുഴുവൻ മറന്നു പോയാലും ബാബ ഒരു ലൈൻ പറയും, ഒരിക്കലും മറക്കാതിരിക്കാൻ, ഫുൾ ഡേ സ്മരിക്കാൻ. ഒറ്റ ഹോംവർക്ക്, ഒറ്റവരി ഹോംവർക്ക്. നിശ്ചയത്തോടും ലഹരിയോടും പറയൂ, ബാബ എൻ്റെ കൂടെയുണ്ട്. എങ്കിൽ മായയ്ക്ക് താങ്കളുടെ അടുത്ത് വരാൻ കഴിയില്ല. ഇതാണ് മായയെ ജയിക്കാനുള്ള യുക്തികൾ ബാബ തന്നിരിക്കും. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഈശ്വരനാണ് എൻ്റെ കൂട്ടുകാരൻ, കമ്പാനിയൻ. ഭഗവാന്റെ കമ്പനിയിലാണ് ഞാൻ. അല്ല, ഈ സ്മൃതി തന്നെ എന്താ പറഞ്ഞ ബാബ? മായയെ ജയിക്കാൻ സഹായിക്കും. ഓം ശാന്തി.